ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഉഷസ് ഫുഡ് വേൾഡ്. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടി വേണ്ടത് ഒരു മുട്ടയും ഒരു പഴവുമാണ്. ഇത് രണ്ടുമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ആദ്യം മുട്ട എടുക്കാം, അത് പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും ഒരു നുള്ളു ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പൊടിക്കാത്ത പഞ്ചസാര ആണെങ്കിലും അതായാലും ചേർത്താൽ മതി. അതിനുശേഷം നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ട് മിക്സ് ആയിക്കോളും. ഇനി വേണ്ടത് നന്നായി പഴുത്തൊരു ഏത്തപ്പഴമാണ്. ഏത്തപ്പഴത്തിൻ്റെ തൊലിയെല്ലാം മാറ്റി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിനുശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന എഗ്ഗ് മിക്സിങ്ങിലേക്ക് ഇത് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി പഴുത്ത നല്ല മധുരമുള്ള പഴമായതുകൊണ്ട് ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. മധുരം കൂടുതൽ വേണ്ടവർക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി വേണ്ടത് റവയാണ്. ഞാനിവിടെ 1/4 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണിത്. ഇത് കുറച്ചായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ഏകദേശം ഈ ഒരു പരുവത്തിലാണ് മാവ് വേണ്ടത്. ഇനി വേണ്ടത് എണ്ണയാണ്. എണ്ണ അല്ലെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഞാനിവിടെ നെയ്യാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലേക്ക് കുറച്ചായിട്ട് എണ്ണയോ നെയ്യോ ഒഴിച്ചതിന് ശേഷം നന്നായി ചൂടാക്കണം. അതിനുശേഷം ഈ മാവ് നമുക്ക് കുറച്ചായിട്ട് കോരി അതിലേക്ക് ഒഴിക്കാം. ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർക്ക് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയതിന് ശേഷം മാവ് കോരി ഒഴിച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതാകുമ്പോൾ അധികം എണ്ണ വേണ്ടി വരില്ല. കുറച്ച് മാത്രം എണ്ണ ഒഴിച്ച് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് നമുക്കിത് മൊരിയിച്ചെടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ഒരു 10 മിനിറ്റ് മതിയാവും ഇത് റെഡിയാക്കാൻ വേണ്ടി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഉഷസ് ഫുഡ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുതേ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.